അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 12 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരും. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ തന്നെയാണ് നല്ലത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരണം. വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പൊടികൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഇത് കടുക് വറുത്ത് പൊടിച്ചതാണ്. അതൊരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, കായം 1.5 ടീസ്പൂൺ. ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കടുകും ഉലുവയൊക്കെ നമ്മൾ നോർമൽ ഒരു പാനിൽ വെച്ചിട്ട് ജസ്റ്റ് എണ്ണയൊന്നും ഒഴിക്കാണ്ട് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങക്ക് പുളി കുറവാണെങ്കിൽ 1-2 ടീസ്പൂൺ വിനേഗറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഇനി 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതൊക്കെ 1-2 മിനിറ്റ് ഒക്കെ തിളച്ചാൽ മതിയാവും. ഒരുപാട് സമയം തിളപ്പിക്കൊന്നും വേണ്ട. ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ആ വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലാക്കി, വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ചെയ്ത ഗ്ലാസ് ബോട്ടിലിൽ നമുക്കിട്ട് സൂക്ഷിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് മാങ്ങാച്ചാറ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.